റൈറ്റ്. ബിന്ദു അമ്മണി, എന്തുകൊണ്ടാണ് താങ്കൾ ഇതുവരെയും ഈ നിയമ നടപടിക്ക് തയ്യാറാകാത്തത്? ഞാൻ കൊല്ലം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടർ അല്ല. അതുകൊണ്ട് തന്നെ ആ ഇലക്ഷൻ 2019 ഇലക്ഷനിലോ ഒന്നും തന്നെ പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ള എന്തെങ്കിലും പ്രസംഗങ്ങളോ ഒന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വളരെ റീസെന്റ് ആയിട്ടാണ്. ഈ പറയുന്ന എന്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. ഉടനെ തന്നെ ഞാൻ എന്റെ ഒരു ചെറിയ കമന്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വിവിധ ചാനലുകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ഇവരൊക്കെ തന്നെ കണ്ടിട്ടും ശ്രദ്ധിച്ചിട്ടുമുണ്ടാകാം. എന്നിട്ടും അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടും അവര് അത് കളവായിട്ട് ഇത്തരത്തിലുള്ള ഒരു അതായത് നിയമ നടപടിയിലേക്ക് പോവുകയാണ്. ഇനി ഈ പറയുന്നത് പോലെ ഒരു സുപ്രീം കോടതി വിധി വന്നാൽ ആ വിധിയെ അനുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ നിലയിൽ സംരക്ഷണം ആവശ്യപ്പെട്ടാൽ പോലീസിന് സംരക്ഷണവും നൽകേണ്ടതുണ്ട്. പക്ഷേ ഒരു കലാപ ശ്രമത്തിൽ നിന്ന് ഒരു പ്രദേശത്തെ, അതായത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ചില വിധികളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ, ഈ സഭാ തർക്കമൊക്കെ താങ്കൾക്കറിയാമായിരിക്കും. പക്ഷേ അതിൽ കോടതി വിധി പൂർണ്ണമായും ഇവിടെ പരിഹരിക്കപ്പെടുകയോ അത് പൂർണ്ണമായും നടപ്പിലാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. സർക്കാർ അത്തരത്തിലൊരു ബലപ്രയോഗമൊന്നും നടത്തിയിട്ടുമില്ല. പല പള്ളികളും ഏറ്റെടുത്ത് മറുഭാഗത്തിന് നൽകണമെന്ന വിധി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സർക്കാരിന് സ്വാഭാവികമായി ഒരു കലാപത്തിൽ നിന്നൊക്കെ ഒരു ജനതയെ മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. താങ്കൾ ഇതിന് ശേഷം, അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് ശേഷമുള്ള നവോത്ഥാന മതിലിനെ കുറിച്ച് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിനുശേഷം നടന്ന ആഗോള അയ്യപ്പ സംഗമവും താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ താങ്കൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നല്ലോ. പക്ഷേ അതിന് അനുമതി ലഭിക്കാതെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ച് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പോരാടിയ താങ്കളെ എന്തുകൊണ്ടായിരിക്കാം അതിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കാതിരുന്നത്? ഇതൊക്കെ തന്നെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. സുപ്രീം കോടതി ഇപ്പോൾ മാത്രമല്ല, മഹാരാഷ്ട്രയിലെ ശനി ക്ഷേത്രത്തിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ സമയത്ത് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ ആളുകൾ ഉൾപ്പെട്ട പ്രസ്ഥാനങ്ങൾ തന്നെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും അതിന് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തതും അവരെ സപ്പോർട്ട് ചെയ്തതും. അവിടെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഘപരിവാർ തന്നെ എടുത്ത് അവിടെ അപ്പൊ ഒരു സംസ്ഥാനത്തിൽ ഈ ആചാരത്തിന് വിരുദ്ധമായിട്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ അവരെ ഒപ്പം നിൽക്കുകയും വേറൊരു സംസ്ഥാനത്ത് ഒപ്പം നിൽക്കാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ ഇരട്ടത്തപ്പാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഈ CPM അതേപോലെ തന്നെ മറ്റിടത് കക്ഷികളും ഒക്കെ ചേർന്നിട്ടുള്ള LDF-ഉം കേരള സർക്കാരും അവർക്ക് ബാധ്യതയുണ്ട്. സുപ്രീം കോടതി ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാനും സുപ്രീം കോടതി വിധി നടപ്പാക്കാനും. എന്നാൽ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് CPM-നെയോ ഒന്നും വെള്ളപൂശേണ്ട ഒരു കാര്യവുമില്ല. അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വോട്ട് ബാങ്ക് നോക്കിക്കൊണ്ട് ഇപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുന്നു, ഞങ്ങളും വിശ്വാസ സംരക്ഷകരാണെന്ന് പറയുന്നു, സ്ത്രീകളെ പ്രവേശിപ്പിക്കാതെ ഇരിക്കുന്നു. എന്തിന്? ഈ വിധി വരുന്നതിന് മുമ്പ്, ഞങ്ങൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശബരിമലയ്ക്ക് അടുത്തുള്ള പമ്പയിലുള്ള ഗണപതി ക്ഷേത്രം വരെ സ്ത്രീകൾക്ക് പോകാമായിരുന്നു. എന്നാൽ അതിനപ്പുറം 27 കിലോമീറ്റർ അപ്പുറമുള്ള നിലയ്ക്കൽ വെച്ചിട്ട് സ്ത്രീകളെ തടയുന്ന തരത്തിലേക്ക് ഇന്ന് ഈ പറയുന്ന കേരള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള, സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസി ആയിട്ടുള്ള പോലീസ് അവരെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ പറയുന്ന ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകളുടെ സംഘടനക്കാരൊന്നും അല്ല, അവരുടെ പ്രതിനിധികളൊന്നും അല്ല തടയുന്നത്, സർക്കാരിന്റെ പോലീസ് തന്നെയാണ് തടയുന്നത്. അപ്പോൾ ശബരിമല വിധിക്ക് ശേഷം നടപ്പാക്കി എന്ന് പറയുന്ന, ഇവിടെ നടപ്പാക്കി എന്ന് CPM പറയുമ്പോൾ പോലും അതിനവർ മറുപടി പറയണം. ശരി, പക്ഷേ അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് താങ്കളെ പോലെയുള്ളവർ നിലവിൽ പ്രതിഷേധവുമായി രംഗത്ത് വരാത്തത്? തീർച്ചയായിട്ടും നമുക്ക് പ്രതിഷേധമുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് പ്രതിഷേധിക്കാവുന്ന തരത്തിൽ നമ്മൾ പ്രതിഷേധിക്കുന്നു. അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണല്ലോ. ആ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടല്ല വിശാല ബെഞ്ചിന് അയച്ചിട്ടുള്ളത്. അല്ല, സുപ്രീം കോടതിയുടെ വിധി ഇപ്പോഴും നിലനിൽക്കുന്നു. സ്ത്രീകൾക്ക് ഇപ്പോഴും ശബരിമലയിൽ പ്രവേശിക്കാം. അതാണ് ചോദ്യം. അതായത് ഭരണകൂടം പച്ചക്കൊടി കാണിച്ചപ്പോൾ മാത്രം നിങ്ങളെപ്പോലെയുള്ളവർ അതിന് അനുകൂലമാകുന്ന തരത്തിൽ ശബരിമലയ്ക്ക് പോകുന്നു. ഇപ്പോൾ അതേ ഭരണകൂടം തന്നെ അവരെ തടയുമ്പോൾ എന്തുകൊണ്ട് ആ മട്ടിലുള്ള പ്രതിഷേധം? അതിനുശേഷം എത്രയോ ശബരിമല സീസണുകൾ വന്നു. ഏതെങ്കിലും തരത്തിൽ താങ്കളടക്കം വീണ്ടും ശബരിമലയിൽ പോയതായി ശ്രദ്ധയിൽപ്പെടുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ സുപ്രീം കോടതി വിധി വരുന്നതിന്റെ തുടർച്ചയായി സർക്കാർ അതിനനുകൂലമായ നിലപാട് എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ശബരിമലയിൽ പ്രവേശിച്ചത്. ഇപ്പോൾ സർക്കാർ അനുകൂലമല്ല, അപ്പോൾ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല? ചോദ്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളുടെ ഇനിയും ശബരിമലയിൽ പോകും. എന്റെ തല കല്ലിലേക്ക് കൊണ്ട് ഇടിച്ച് ചാവേണ്ട അവസ്ഥ എനിക്കില്ല. ഇവിടെ മുഖ്യമന്ത്രി ഓപ്പൺ ആയിട്ട് വന്ന നിലയ്ക്കൽ പ്രസംഗത്തിലൂടെ പറയാണ്, പോകുന്ന സ്ത്രീകൾക്ക് ഞങ്ങൾ സംരക്ഷണം നൽകും. സ്ത്രീകൾക്കാണ്, ബിന്ദുമണിക്കോ അല്ല, അവിടെയല്ലേ ഈ ടൂളായി പ്രവർത്തിച്ചോ എന്ന സംശയം ബലപ്പെടുന്നത് ബിന്ദുമണി. അതായത് സർക്കാരിന് ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ താല്പര്യമുള്ളപ്പോൾ താങ്കളെ പോലെയുള്ളവരെ ലഭിച്ചിരുന്നു. ഇപ്പോൾ സർക്കാർ എതിരെ നിൽക്കുമ്പോൾ താങ്കളെ പോലെയുള്ളവർ ശബരിമലയിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല.
എന്നെ പോലുള്ള ആളുകളിൽ സർക്കാരിന് എങ്ങനെ അറിയാനാണ് ബിന്ദു അമ്മയ്ക്ക് ശബരിമലയിൽ പോകാൻ താല്പര്യമുണ്ടെന്ന് സർക്കാരിന് എങ്ങനെ അറിയാനാണ്? ഞാൻ പോകാൻ ഇറങ്ങിയതിന് ശേഷമല്ലേ അവരറിയുന്നുള്ളൂ. ഞാൻ അല്ല, പോകാൻ അത്തരം ഇറങ്ങിയതിന് ഇനി ശേഷം പോകുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. ശബരിമലയിൽ ഒരു പ്രാവശ്യം ഞാൻ പ്രവേശിച്ചു. ആ വിധി നടപ്പായി കഴിഞ്ഞു. ശരി. ഇനി സ്ത്രീകൾ കൂടുതൽ സ്ത്രീകൾ വരട്ടെ. ഈ വരുന്ന ആളുകളൊക്കെ ഇവരെന്തിനാണ് തടയുന്നത്? ഈ വരുന്ന ആളുകളെ ഈ സംഘപരിവാർ മാത്രമല്ല സർക്കാരും തടയാണ്. സർക്കാരും പ്രവേശിപ്പിക്കില്ല എന്നുള്ളൊരു വാക്കാണ് മത നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈ അപ്പം ഒന്നാം ഈ ആഗോള അയ്യപ്പ കമ്മ്യൂണിസ്റ്റ് സംഗമത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോഴും വലിയ പ്രതിഷേധം ഉയർന്നു കണ്ടില്ലല്ലോ, അതെന്തുകൊണ്ടായിരിക്കാം? വളരെ തെറ്റാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അതിനെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു, ഓപ്പൺ ലെറ്റർ അയച്ചു. അതിനുശേഷം അതേ തുടർന്ന് നിങ്ങളുടെ അടക്കമുള്ള പല ചാനലുകളിലും ചർച്ചയും വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചത് ഇതുപോലുള്ള ഒരു പ്രതിഷേധം, അവിടെ ഒരു വേദിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ ശബരിമലയിലേക്ക് പോകുന്നത് പോലുള്ള പ്രതിഷേധങ്ങൾ, ഇതിനപ്പുറത്ത് ചില പരസ്യമായ പ്രതിഷേധ സാധ്യതകൾ ഉണ്ടായിരുന്നല്ലോ, അത് പ്രയോജനപ്പെടുത്താതെ പോയത് എന്ത് എന്നുള്ളതാണ്. സുഹൃത്തെ, ഞാനൊരു വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. അന്ന് ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും വിവാദം ഉണ്ടാക്കിയതും ഞാനല്ല. ഞാൻ സാധാരണഗതിയിൽ ഇതുപോലെ തന്നെ ചെയ്യുകയാണ് അവിടേക്ക് ഇറങ്ങാണ്. അത് വിവാദമാക്കിയത് മറ്റ് തൽപരകക്ഷികളാണ്. അവരാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. തൽപരകക്ഷിയാണ്. ഇപ്പൊ ഇതിനകത്തും എന്റെ ചെറിയ പ്രതിഷേധമേ ഉള്ളൂ. ഇവിടെ പ്രേമചന്ദ്രനായ തൽപരകക്ഷിയാണ് ഇത് വിവാദമാക്കി തീർക്കുന്നത്. വിവാദമാക്കി തീർക്കുമ്പോൾ നിങ്ങളെ പോലെയുള്ള ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വിവാദമാക്കാൻ ശ്രമിക്കാറില്ല. വിവാദങ്ങൾ താല്പര്യമുള്ള ആളുകളാണ് വിവാദമാക്കുന്നത്. ഞങ്ങളെ അതിലേക്ക് വലിച്ചഴിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ വളരെ സൈലന്റ് ആയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഞങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഇനിയും വീണ്ടും ഒരു ശബരിമല പ്രവേശനം, ഇവിടെ സർക്കാർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇവിടുത്തെ ഒരു റൂൾ ഓഫ് ലോ നിലവിലുള്ള രാജ്യമാണ്. ഈ രാജ്യത്ത് ഭരണഘടനയും സുപ്രീം കോടതിയിലെ വിധികളും ഒക്കെ നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അത് നടപ്പാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളാണ്. വളരെ ന്യൂനപക്ഷമായ ആളുകളാണ് ഇത്തരത്തിൽ തീവ്ര നിലപാടെടുത്ത് സ്ത്രീകൾ ഇമ്പ്യൂറാണ്, സ്ത്രീകളെ ഈ പറയുന്ന മനുസ്മൃതിയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കേണ്ടവരാണ്, അങ്ങനെ ജീവിക്കേണ്ടവരാണെന്ന് പറയുന്നത് വളരെ മൈനോറിറ്റിയാണ്. ആ മൈനോറിറ്റി മെജോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇത് സ്വാഭാവികമായി മാറ്റി തീർക്കുക തന്നെ ചെയ്യും, മാറ്റപ്പെടുക തന്നെ ചെയ്യും. നമ്മളൊക്കെ എന്നെ പോലെയുള്ള നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമാകും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വളരെ പുരോഗമനപരമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെ പോലെയുള്ള കുറച്ചാളുകൾ അവരുടെ പ്രത്യേക അജണ്ട നടപ്പാക്കുന്നത് അത് തെറ്റാണെന്ന് ഇവര് തന്നെ തിരിച്ചറിയുകയും എന്തുകൊണ്ടാണ് ഇവർക്ക് പല സംസ്ഥാനങ്ങളിൽ പല നിലപാട് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. മഹാരാഷ്ട്രയിലെ ശനി ക്ഷേത്രത്തിൽ RSS അനുകൂല നിലപാടെടുക്കുകയും അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതികൂല നിലപാടെടുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ താല്പര്യം. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു അമ്മണി ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും NK പ്രേമചന്ദ്രന്റെ പരാമർശം വിവാദമാകുന്നു. സൈബർ ആക്രമണം തനിക്ക് നേരെ ഉണ്ടാകുന്നു. ഉന്മൂലന രാഷ്ട്രീയമാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്ന് പ്രേമചന്ദ്രൻ പറയുന്നു. ഒപ്പം പ്രേമചന്ദ്രൻ നടത്തിയ പരാമർശത്തിൽ പ്രേമചന്ദ്രൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ബിന്ദു അമ്മണി പറയുന്നത്.